കേരള ബ്രാഹ്മണസഭയുടെ 55ാം സംസ്ഥാന സമ്മേളനം വരുന്ന ശനി ഞായർ ഒക്ടോബർ 25-26 ദിവസങ്ങളിൽ, ഇനി 2 ദിവസമേ ഉള്ളൂ, ദിവസങ്ങളിൽ കേരള ബ്രാഹ്മണ സഭ 1970 ആരംഭിച്ചത്. ഈ സഭ എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടെ ഒരു സംഘടനയാണ്. പ്രധാനമായും തമിഴ് ബ്രാഹ്മണർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. ബ്രാഹ്മണരിൽ പല വിഭാഗമുണ്ട്. തമിഴ് മാതൃഭാഷയായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കുടിയേറിയ ഏതാണ്ട് 400-500 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കുടിയേറിയ വംശജരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. സാധാരണഗതിയിൽ ഞങ്ങൾ ക്ഷേത്ര പൂജകളൊന്നും ചെയ്യാറില്ല. സ്മാർത്ത ബ്രാഹ്മണരായ ഞങ്ങൾ പ്രധാനമായിട്ടും വേദ സംസ്കാരം, യാഗങ്ങൾ, യജ്ഞങ്ങൾ ഇവയൊക്കെയാണ് ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു ബ്രാഹ്മണ വിഭാഗമാണ് ഞങ്ങൾ. അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തിന് ഇവിടെ വന്നു ചേർന്നതിന് ശേഷം ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി അവരെ ഒന്നിച്ചൊന്നായി കൂടിക്കൊണ്ട് പല പല സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭരണ സംവിധാനം, പല നിയമങ്ങൾ ഉണ്ടാക്കുവാനും ഇന്നത്തെ സംസ്ഥാനത്തെ റവന്യൂ റെക്കോർഡുകൾ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ആദ്യമായിട്ട് അതിനൊരു ശരിയായ രേഖ ഉണ്ടാക്കിയതും അതിന് നേതൃത്വം കൊടുത്തും ഈ തമിഴ് ബ്രാഹ്മണ സമുദായമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ പല കാര്യങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരനുഷ്ഠാനം നിലനിർത്തുവാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങളും ഈ സംസ്ഥാനത്തിന് കലവറയില്ലാത്ത സംഭാവന കൊടുക്കുകയും, ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സമുദായത്തെ നയിച്ചുകൊണ്ട് ഒരു സ്വയം പര്യാപ്ത സ്വാശ്രയ സമുദായമായി നിലനിന്നുകൊണ്ട് അതേ നേരം ഈ രാജ്യത്തിനും പൊതുജനങ്ങൾക്കും നല്ല സംഭാവന നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിനായി ഞങ്ങളുടെ ഇടയിലും ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ഉയർച്ച ഉണ്ടാക്കിക്കൊണ്ട് അതിന് പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് ഞാൻ ഈ പത്രക്കുറിപ്പ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള പരിപാടികൾക്കും പദ്ധതികൾക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി കൂടി ഈ സമ്മേളനം ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, അതായത് തൊഴിൽ തേടിപ്പോകുന്ന ഒരു കൂട്ടർ എന്നതിൽ നിന്ന് മാറി തൊഴിൽ കൊടുക്കുന്ന കൂട്ടരായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടി സമുദായത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സഭ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ രീതിയിലും പൊതുജന ഉപകാരപ്രദമായ ഒരു സമീപനവും ഒരു കാഴ്ചപ്പാടും അതേപോലെ അതിനുള്ള സംഭാവന നൽകാൻ വേണ്ട രീതിയിൽ ഈ സഭയെ കൊണ്ടുവരിക, അതിനുള്ള ഒരു മാറ്റം ഈ 55ാം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രിൻസ് ആദിത്യവർമ്മ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് വനിതാ വിഭാഗത്തിൻ്റെയും അതിനെ തുടർന്ന് യുവജന വിഭാഗത്തിൻ്റെയും 26-ാം തീയതി മെയിൻ ബ്രാഹ്മണ സഭയുടെ പ്രധാന സഭയുടെ അത് എല്ലാവരും ഉൾക്കൊള്ളും. ഈ യുവജനങ്ങളും അതിലെ അംഗങ്ങളാണ്, ഈ വനിതകളും അതിലെ അംഗങ്ങളാണ്. ബാക്കി എല്ലാവരും കൂടിയിട്ടുള്ള ആ പൊതുവായ തമിഴ് ബ്രാഹ്മണരുടെ സംഘടനയായ ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന സമ്മേളനം അരങ്ങേറും. ഈ സമ്മേളനത്തിൽ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും, സാധാരണ ഒരു ദിവസത്താണ് സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്, ഇപ്രാവശ്യം 2 ദിവസമാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുവാനും ഈ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അടുത്ത കാലത്താണ് സഭയുടെ ഈ നിയമാവലി 55 വർഷത്തിന് ശേഷം സമഗ്രമായി ഭേദഗതി നടത്തിക്കൊണ്ട് ഒരു പുതിയ ബൈല നിലവിൽ വന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് 2.5 മാസത്തെ ഒരു പരിശ്രമമായിരുന്നു. എല്ലാ ഉപസഭകളും ഈ കരട് എത്തിച്ച് അവരുടെ അഭിപ്രായം ശേഖരിച്ച് അത് ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് അത് മേഖലാതലത്തിൽ വീണ്ടും ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ അവസാനമായി ക്രോഡീകരിച്ച് നിയമാവലി അവതരിപ്പിച്ചത് ഏകകണ്ഠമായി പാസായി എന്നുള്ള കാര്യം കൂടി പരിശ്രമത്തിന് അതിൻ്റെ പരിണിതഫലം അതായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്ക് ബ്രാഹ്മണ സഭയുടെ വിരുദ്ധമായ നമസ്കാരം. എൻ്റെ പേര് TS മണി. ഞാൻ ബ്രാഹ്മണ സഭയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്.
ബ്രാഹ്മണ സഭയുടെ 56ാം കിടക്കുന്ന ഇതും 55ാമത്തെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഒക്ടോബർ 25, 26 2 ദിവസമായിട്ട് പാപ്പനംകോടിലുള്ള ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസവും ആദ്യത്തെ ദിവസം രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങുകയും 10:30 ഇത് പതാക ഉയർത്തൽ ചടങ്ങാണ്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എച്ച് ഗണേഷ്, എൻ്റെ വലതുവശം ഇരിക്കുന്ന അദ്ദേഹമാണ്. എച്ച് ഗണേഷ് സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹം പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി 10:45 ഇനോഗ്രൽ സെഷൻ തുടങ്ങുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ, അദ്ദേഹത്തെയാണ് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത്. 10:45 തൊട്ട് 11:45 വരെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞതും 12 മണി തൊട്ട് 2 മണി വരെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും. അതിനുശേഷം വൈകുന്നേരം 5 മണി തൊട്ട് 6:30 മണി വരെ യുവജന വിഭാഗത്തിൻ്റെ, ഞങ്ങൾക്ക് 3 സ്റ്റേജ് ആയിട്ടുള്ളത്, മെയിൻ സ്ട്രീം, വനിതാ വിഭാഗം, യുവജന വിഭാഗം. യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. അതിനുശേഷം അന്ന് 6:30 തൊട്ട് 8:30 വരെ കൾച്ചറൽ ഈവനിങ്, യുവതികളുടെയും കൾച്ചറൽ ഈവനിങ് ആണ്. അതിൻ്റെ പിറ്റേന്നായി 26-നാണ് സംസ്ഥാന സമ്മേളനം, മെയിൻ സ്ട്രീമിൻ്റെ. ശ്രീ എച്ച് ഗണേഷ് സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ബിസിനസ് സെഷൻ തുടങ്ങും. 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ബിസിനസ് സെഷൻ നീളും. അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം 2 മണി തൊട്ട് 3 മണി വരെ ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കഷൻ ആയിരിക്കും. 3:30 മണിയോടുകൂടി ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒരു തിരശ്ശീല വീഴുന്നതായിരിക്കും. പൂർണ്ണമായും സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം എൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് ശ്രീ എം ശങ്കരനാരായണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ വലുതായിരിക്കുന്ന ശ്രീ എം പരശുരാമൻ, സംസ്ഥാന ഖജാൻജി. അതിനപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീകാന്ത് അവர்களுം, മറ്റ് ശ്രീ ശങ്കരൻ, സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി, അതുപോലെ ശ്രീ ആർ സുരേഷ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നിവരാണ് ഒപ്പമുള്ളത്.